സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ SKSSF അണിചേരുക നീതി കാക്കാൻ എന്ന പ്രമേയത്തിൽ കഴിഞ്ഞ 2 മാസക്കാലമായി നടക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ഈ കയ്പമംഗലം മേഖലയിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വരുന്ന 2 വർഷത്തേക്കുള്ള SKSSFന്റെ പുതിയ മേഖല ഭാരവാഹികളായി തെരഞ്ഞെടുത്തിട്ടുള്ള അംഗങ്ങൾക്ക് ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യം അർപ്പിക്കുന്നു. ഒരു ഉത്തമ സമുദായമെന്ന് വിശേഷിക്കപ്പെട്ട SKSSF സമുദായത്തെ മുന്നോട്ട് നയിക്കുവാനും അതിന്റെ ശരിയായ പാത കാണിച്ചു നൽകുവാനും രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമായി 1/4 പതിറ്റാണ്ട് മുമ്പ് രൂപീകൃതമാവുകയും നമ്മുടെ സംസ്ഥാനത്തും അയൽ സംസ്ഥാനങ്ങളിലും വിദേശത്ത് മുസ്ലിം സഹോദരങ്ങൾ താമസിക്കുന്നിടങ്ങളിലുമായി ശാഖകൾ രൂപീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ത്യയിലെ പ്രഥമ മുസ്ലിം പള്ളി എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ പള്ളിയിൽ നിന്നും ഇവിടെ നിന്നും തുടക്കം കുറിച്ച മതപരിവർത്തന പ്രവർത്തനം നൂറ്റാണ്ടുകൾക്ക് ശേഷം അതിന്റെ ബാക്കി പത്രം എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒട്ടാകെ മുസ്ലിം സമുദായം എത്ര പുരോഗമിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും. സമസ്ത എന്ന് പറയുന്ന അറിയപ്പെടുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായ 90 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോ കേരളം വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 90 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം കൊള്ളുകയും അതിന്റെ പ്രവർത്തനം കേരളത്തിൽ സജീവമാവുകയും ചെയ്യുന്നതോടൊപ്പം കൂടിയാണ് ഈ കാണുന്ന മുസ്ലിം സമുദായത്തിന്റെ പുരോഗതി കേരളത്തിൽ കാണുന്നത്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ തലയിൽ കെട്ടും വലിയ താടിയും എല്ലാമുള്ള മുസ്ലിം സമുദായ അംഗങ്ങളെ കാണാമെങ്കിലും അവർ ഇസ്ലാമികമായി വലിയ നേട്ടം കൈവരിച്ചവരായില്ല. ഫാത്തിഹ സൂറത്ത് മുഴുവനായി ഓതാൻ കഴിയാത്ത നമ്മുടെ സഹോദരങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ന് പറഞ്ഞാൽ നമുക്ക് പലവർക്കും വിശ്വസിക്കാൻ കഴിയാത്ത അത്ര ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഈ സമസ്തയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ഏകദേശം 10,000-ഓളം മദ്രസകൾ രൂപീകരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് സംഘടനകളെല്ലാം കൂടി ഏകദേശം ഒരു 2,000-ഓളം മദ്രസകളും രൂപീകരിച്ച് മുസ്ലിം സമുദായത്തെ അതിന്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ പ്രയത്നിച്ചത് സമസ്തയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ്. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് കേരളത്തിലും അതിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലുമായി മദ്രസകൾ രൂപീകരിച്ചു. മതപഠനം കൂടി കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. ഇത് കേരളത്തിൽ ഒരു മദ്രസ പള്ളിക്കൂടങ്ങളിൽ നിന്നും ഓത്തുപള്ളികളിലേക്കും അവിടെ നിന്ന് ദർസിലേക്കും അവിടെ നിന്ന് നമ്മൾ കോളേജുകളിലേക്കും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്കും എത്തിയിരിക്കുകയാണ്.
മതപഠനത്തോടുകൂടെ തന്നെ ഇസ്ലാം പറഞ്ഞ രൂപത്തിലുള്ള ഭൗതിക പഠനവും ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥയുടെ കീഴിൽ എഞ്ചിനീയറിംഗ് കോളേജ് അടക്കം ഇന്ന് വിപുലമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, സംസ്ഥ ഈ കേരളത്തിൽ രൂപീകൃതമായിട്ടില്ല എങ്കിൽ ഇന്ന് നാം ബംഗാളിലും ആസാമിലും കാണുന്നത് പോലെയുള്ള വലിയ തലയിൽ കെട്ടും താടിയുമുള്ള മുസ്ലിമിനെ മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മതം അതിന്റെ ശരിയായ രൂപത്തിൽ പഠിച്ചതിന്റെ ഫലമായി നമുക്കിവിടെ വർഗീയത വളരെ തുച്ഛമായി മാത്രമാണ് കാണാൻ കഴിയുന്നത്. മതം പഠിച്ചു എന്നുള്ളത് കൊണ്ട് വർഗീയവാദികളായി മാറുന്നില്ല. മതം പഠിച്ചത് വർഗീയത ഇല്ലാതാക്കാൻ കഴിയുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ഈ മദ്രസ പ്രസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളില്ല. അവിടെ വർഗീയ തിരിവുകൾ കാണുന്നു. നമ്മളിവിടെ മദ്രസയിൽ നിന്നും 1-ാം ക്ലാസ്സിലും അവിടെ നിന്ന് 10ലേക്കും +2-ലേക്കും എത്തുന്നതോടുകൂടി നമ്മളെല്ലാവരും സഹോദരന്മാരാണെന്നും നമ്മൾ ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന ഉത്തമ മുസ്ലിം സമുദായമാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാൻ പ്രചോദനമായത് ഈ മദ്രസ പഠനമാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഞങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തേക്ക് സംസ്ഥയുടെ മതപഠശാലകൾ ആരംഭിച്ചിരിക്കുകയാണ്. ആസാമിലും ബംഗ്ലാദേശിലും ബംഗാളിലും അതുപോലെ തന്നെ ആന്ധ്രയിലടക്കം ഇസ്ലാമിക നവോത്ഥാനം ലക്ഷ്യമാക്കിക്കൊണ്ട് ദാറുൽ ഹുദയുടെ സിലബസോടുകൂടിയ ക്യാമ്പസുകൾ ആരംഭിച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായ രൂപത്തിൽ നടക്കുന്നു. ആസാമിലെ തന്നെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ കൂടുതൽ കുട്ടികൾ വന്നുകൊണ്ട് ഞങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്ന് പറയുന്നു രക്ഷിതാക്കൾ. അവിടെ അഡ്മിഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ, സാമ്പത്തികമായി നമുക്ക് അത്ര ഉയർച്ചയിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്രത്തോനെ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പൊ നമ്മൾ മദ്രസകൾ ആരംഭിക്കുന്നു, സ്കൂളുകൾ അവർ നമുക്ക് വേണ്ടി തുറന്നു തരുന്നു. ഞങ്ങൾ ഉച്ചവരെയാണ് ഇവിടെ സ്കൂൾ നടത്താറുള്ളൂ, അത് കഴിഞ്ഞ് നിങ്ങൾ മദ്രസയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കണമെന്ന് പറയുന്നു. പക്ഷെ ഇത്രയും സ്ഥലത്ത് ഒരുമിച്ച് മദ്രസ സ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നമുക്കുള്ളത്. അങ്ങനെ പുതിയൊരു സിലബസിൽ ആസാമിലേക്കും ബംഗാളിലേക്കും അടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന ഉറുദു ഭാഷയിലുള്ള അവരുടെ ഭാഷയിലുള്ള സിലബസിൽ നമ്മൾ പുതിയ മദ്രസാ സംവിധാനത്തിന് നമ്മൾ അയൽ സംസ്ഥാനങ്ങളിൽ കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതിലൂടെ നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്ന വർഗീയ വേർതിരിവുകൾ ഇല്ലാതെ എല്ലാവരും ഒന്നാണ് എന്ന് കാണിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരാൻ സംസ്ഥക്കും സംസ്ഥയുടെ കീഴ്ഘടകങ്ങൾക്കും കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ 90 വർഷത്തെ പ്രവർത്തനങ്ങൾ ഓരോ കേരളീയനും മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. സംസ്ഥയുടെ 90ാം വാർഷിക മഹാസമ്മേളനം അടുത്ത വർഷം ഫെബ്രുവരി മാസം ആലപ്പുഴയിൽ വെച്ച് നടക്കുകയാണ്. അതിന്റെ പ്രചരണവും കൂടിയാണ് ഈ മേഖല സമ്മേളനങ്ങൾ എന്ന് അറിയിക്കട്ടെ. സംസ്ഥയുടെ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ സുന്നി മഹല്ല് ഫെഡറേഷന്റെയും അതുപോലെ തന്നെ SKSSFന്റെയും സുന്നി ബാലവേദിയുടെയും സുന്നി യുവജന സംഘത്തിന്റെയും വിവിധ സമ്മേളനങ്ങൾ നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നടക്കാൻ പോവുകയാണ്. സമ്മേളന വിജയത്തിനു വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളിൽ കണ്ണികളാവണമെന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അണിചേരുക നീതി കാക്കാൻ എന്ന പ്രമേയവുമായി സംസ്ഥാന വ്യാപകമായി സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന മേഖലാ സമ്മേളനങ്ങളുടെ ഭാഗമായി കൈപ്പമംഗലം മേഖല സംഘടിപ്പിച്ച ഈ പൊതുയോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി SKSF കൈപ്പമംഗലം മേഖല പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സ്വാലിഹ് വാഫിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي أرسل رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم. വേദിയിലും സദസ്സിലും സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, SKSSF കൈപ്പമംഗലം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള മേഖലാ സമ്മേളനം വീക്ഷിക്കാനെത്തിയ ബഹുജനങ്ങളെ, അണിചേരുക നീതി കാക്കാൻ എന്ന പ്രമേയത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കപ്പെടുന്ന മേഖലാ സമ്മേളനങ്ങളുടെ ഭാഗമായി കൈപ്പമംഗലം മേഖല സംഘടിപ്പിച്ച സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമുക്കെല്ലാം നല്ലവണ്ണം ബോധ്യമുള്ള പോലെ നമ്മുടെ ഇന്ത്യ മതേതരമായും ജനാധിപത്യത്തിലും ലോകരാഷ്ട്രങ്ങൾക്ക് എന്നും മാതൃകയായിട്ടുള്ള ഇന്ത്യ, മതസമുദായങ്ങൾ ഒരുപാട് ഉണ്ട് എങ്കിലും അവകൾക്കിടയിലുള്ള സൗഹാർദ്ദവും സഹിഷ്ണുതയും എന്നും വളരെ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന, മാലോകർ അതിശയോക്തിയോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഇന്ത്യൻ സംസ്കാരം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന് യോജിക്കാത്ത വിധം നമ്മുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ തീർത്തും അശുഭകരമായ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മുഹൂർത്തത്തിൽ നീതിയുടെ സംരക്ഷകരായി, നീതിയുടെ വക്താക്കളായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSSFും രംഗത്തിറങ്ങുകയാണ്. അടിച്ചുകൊല്ലുവാനും ചുട്ടുകൊല്ലുവാനും ഒരു മടിയുമില്ലാത്ത സമകാലിക ഇന്ത്യയെ ഇന്ത്യൻ സംസ്കാരത്തിന് വെല്ലുവിളിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ശക്തമായി പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകത സമുദായം മനസ്സിലാക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മളിങ്ങനെ ഇവിടെ ഇന്ന് സംഗമിച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ നീതിയെക്കുറിച്ച് വാചാലമായാണ് സംസാരിക്കുന്നത്. ഒന്നിലധികം സ്ഥലങ്ങളിൽ നിങ്ങൾ നീതി കൈമുതലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ പറയുന്നിടത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖ്റബീൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നീതിയുടെ ധ്വജവാഹകരാകുക. നീതിപാലനത്തിന്റെ അനന്തരഫലം നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ ബന്ധുജനങ്ങൾക്കോ എതിരാണെങ്കിൽ പോലും നീതിയെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇതാണ്. സഹിഷ്ണുതയോടുകൂടി ജീവിച്ചിരുന്ന നമ്മൾ വ്യത്യസ്ത സമുദായങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളും വളരെ സൗഹാർദ്ദത്തോടുകൂടി പൂത്തുലഞ്ഞ നമ്മുടെ ഇന്ത്യൻ നാഗരികത, ഇന്ത്യൻ സംസ്കാരത്തിന്റെ മണ്ണ് എന്തുകൊണ്ടോ വർഗീയമായി ധ്രുവീകരിക്കപ്പെടുകയും അതിന്റെ പേരിൽ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് സാമൂഹിക വർഗീകരണവും വിധ്വംസന പ്രവർത്തനങ്ങളും വ്യാപകമായി കൊടികുത്തി വാഴുമ്പോൾ തീർച്ചയായും നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം ഏറെ പ്രസക്തമാണെന്ന് സംഘടന മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചും അവശത അനുഭവിക്കുന്ന അശരണരായ ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നീതിക്ക് വേണ്ടി ദാഹിക്കുമ്പോൾ അവർക്ക് ദാഹജലം നൽകാൻ വേണ്ടി പരിശുദ്ധ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ മുമ്പിൽ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ള സമുദായാംഗങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇത് കാണുന്നത്. കാരണം കഴിഞ്ഞ 90 വർഷക്കാലമായി
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ മാതൃകായോഗ്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് കേരളത്തിന്റെ മതസഹിഷ്ണുതയും സൗഹാർദ്ദവും സാമുദായിക കൂട്ടായ്മയും വളരെയധികം ശക്തിപ്പെടുത്തുന്നതിന് സമസ്തയുടെ ആത്മീയ നേതൃത്വം എന്നും ഫലം ചെയ്തിട്ടുണ്ട് എന്ന് ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ സമ്മതിക്കുമ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള സംഗമങ്ങൾ ഏറെ പ്രസക്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഒരുപാട് പ്രതിരോധങ്ങൾ ആവശ്യമായി വന്നിരിക്കുകയാണ്. ഒരുപാട് വിധ്വംസക പ്രവർത്തനങ്ങൾ, അശുഭകരമായ പല പ്രവർത്തനങ്ങളുടെയും പേരിൽ നമ്മുടെ നാടിനെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒരുപാട് പ്രതിരോധങ്ങൾ ഇവിടെ നടക്കേണ്ടിയിരിക്കുന്നു എന്ന ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ ചില ആളുകൾ മറ്റു ചിലരാൽ പ്രതിരോധിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമി തന്നെ നശിക്കുമായിരുന്നു എന്ന്. ഈ ആയത്തിന്റെ വ്യാഖ്യാനമായി പണ്ഡിതന്മാർ പറയുന്നത്, ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുന്നതിൽ ഒരു സത്യവിശ്വാസി പുലർത്തേണ്ട ആത്മസംയമനമാണ്. ഒരു സത്യവിശ്വാസി ഈ ഭൂമിയുടെ നല്ല നടത്തിപ്പിന് വേണ്ടി കൈകാര്യം ചെയ്യേണ്ട നല്ല പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇവിടെ സന്തുലിതാവസ്ഥ നിലനിൽക്കേണ്ടത് എന്നാണ്. ഇവിടുത്തെ സൗഹാർദ്ദ അന്തരീക്ഷം തകർന്നു പോയാൽ, ഇവിടുത്തെ മതസൗഹാർദ്ദം മതസാമുദായിക അംഗങ്ങൾക്കിടയിലുള്ള ചേരിതിരിവിലേക്ക് കാരണമായാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് കലാപങ്ങളും വിധ്വംസക പ്രവർത്തനങ്ങളും വ്യാപിക്കും. അതിനെ ന്യായീകരിക്കാൻ ഒരുപാട് ആളുകൾ പിന്നാലെ ഉണ്ടാകും എന്നതിൽ വളരെ ആശങ്കയോടുകൂടിയാണ് ഈ സമൂഹം നോക്കിക്കാണുന്നത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തീർച്ചയായും ഇങ്ങനെയുള്ള സംഗമങ്ങൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും ഈ മഹത്തായ സംഗമം നിരീക്ഷിക്കുവാൻ പരിസര പ്രദേശങ്ങളിൽ സാഗൂതം ശ്രദ്ധിക്കുന്ന മുഴുവൻ പൊതുജനങ്ങളും തീർച്ചയായും ഈ പരിപാടി ആദ്യാവസാനം വീക്ഷിക്കുവാൻ നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. മഹത്തായ ഈ സംഗമത്തിന്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തൃശൂർ ജില്ലാ അധ്യക്ഷൻ, നമ്മുടെ പ്രദേശങ്ങളിൽ ആത്മീയമായി നമുക്ക് നേതൃത്വം നൽകാൻ വളരെയധികം കുറ്റമറ്റ പ്രവർത്തനങ്ങൾ നടത്തി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട SMK തങ്ങൾ ബാലവി അൽ ഖാസിമി അവർകൾ, അദ്ദേഹത്തെ സംഘടനയ്ക്ക് വേണ്ടി ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ മഹത്തായ യോഗത്തിന്റെ അധ്യക്ഷൻ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മതിലകം റേഞ്ച് ജനറൽ സെക്രട്ടറി കൂടിയായ ഫൈസൽ ബദരി ഉസ്താദ് അവർകളാണ്. അദ്ദേഹത്തെയും ഈ മഹത്തായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന ഇവിടുത്തെ പ്രമേയ പ്രഭാഷണം അണിചേരുക നീതി കാക്കാൻ എന്ന അതിപ്രസക്തമായ കാലിക പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രമേയത്തിൽ അധികരിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി ഏതാനും സമയങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരാം എന്ന് ഏറ്റിട്ടുള്ള ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ സാഹിബ്, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ അദ്ദേഹം കാലിക പ്രസക്തമായ വിഷയങ്ങളിൽ വളരെയധികം പ്രാവീണ്യമുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ മഹത്തായ സംഗമത്തിന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സെയ്ദ് ഷാഹിദ് കോയത്തങ്ങൾ, അദ്ദേഹത്തെയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൊടുങ്ങല്ലൂർ താലൂക്ക് ജനറൽ സെക്രട്ടറി മുഹമ്മദ് റാഫി അൻവരി, അതുപോലെ SKSF ജില്ലാ വൈസ് പ്രസിഡന്റ് ഷഫീഖ് ഫൈസി, അതുപോലെ പേര് പറയാത്തതും പറഞ്ഞതുമായ മുഴുവൻ സംഘടനാ ഭാരവാഹികളെയും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സത്യവിശ്വാസികളെയും നമ്മുടെ ഈ പ്രമേയ പ്രഭാഷണം, നമ്മുടെ ഈ സമ്മേളനം വീക്ഷിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ബഹുജനങ്ങളെയും സാദരം ഈ മഹത്തായ വേദിയിലേക്ക് സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ തൽസ്ഥാനത്തെ ക്ഷണിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ
ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ തൃശൂർ ജില്ലാ അധ്യക്ഷൻ മഹാനായ സയ്യിദ് SMK തങ്ങൾ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على من لا نبي بعد وعلى آله وصحبه والذين اتبعهم بإحسان رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون. അഭിനന്ദനായ അധ്യക്ഷനവറുകളെ, സ്റ്റേജിലും സദസ്സിലും അഭിവിഷ്ടരായ ഉലമാക്കളെ, നേതാക്കളെ, വിദ്യാർത്ഥികളെ, മോമിൻ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ സന്തോഷത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ എന്റെ സംസാരം നീട്ടി പറയില്ല. ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ടല്ല, അത് വളരെ എളുപ്പമുള്ളൊരു കർമ്മം. തുറക്കുകയാണല്ലോ, അപ്പൊ തുടക്കാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ ശബ്ദത്തിനും ശരീരത്തിനൊക്കെ കുറച്ച് അസുഖം വന്നു. അത് കാരണം ചെറിയൊരു ക്ഷീണത്തിലാണ്. ഏതാവട്ടെ, ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മൾ ഓർമ്മപ്പെടുത്തി, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്നും ഒരു പ്രവാചകനെ മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹുവിടെ അവതരിപ്പിച്ചു. 1500 കൊല്ലം മുൻപ് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ വളരെ വിഷമത്തിലായിരുന്നു, വളരെ പ്രയാസത്തിലായിരുന്നു. അന്നത്തെ ജീവിത രീതി അക്രമവും കൊള്ളയും കൊലയും എല്ലാം തികച്ചും നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നുകൊണ്ട് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തദീനു ലക്കുമുൽ അറബു വൽ അജം, ആയിരക്കണക്കായ ബിംബങ്ങളെ ആരാധിക്കുകയും അതേപോലെ എല്ലാ വക ദുർനടപടികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറയുക, തദീമു ലക്കുമുൽ അറബു വൽ അജം, ലോകം നിങ്ങൾക്ക് കീഴ്പ്പെടും. അങ്ങനെ ഇസ്ലാമിന്റെ സുന്ദരമായ രൂപം കുറഞ്ഞ കാലം കൊണ്ട് 23 കൊല്ലം കാലം കൊണ്ട് ലോകത്ത് എന്നേക്കും ജീവിക്കാവുന്ന ഒരു നല്ല മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് അവതരിപ്പിച്ചു തന്നു. ഇന്ന് നമുക്കൽ ഉലമാ വറസത്തുൽ അംബിയ എന്നതിന്റെ വാരിസ്യങ്ങളാണ് അതിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നവർ. ഇന്നതിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ഉലമാക്കളാണ്. അതിന്റെ ഏറ്റവും വലിയൊരു സംഘടനയാണ് ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായൊരു സംഘടന. ദീനീ നേതൃത്വ സ്ഥാനത്ത് ഇന്ന് ഏറ്റവും നല്ല റാഹത്തായ വിധത്തിൽ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടനയെ അതിന്റെ ശാഖകളിൽപ്പെട്ട ഒന്നാണ് SKSSF. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ദീനി രീതി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മനുഷ്യർക്ക് തെരഞ്ഞെടുത്തതായ ഇസ്ലാം ദീനിനെ അതിന്റെ ഭംഗിയായ വിധത്തിൽ കൂടി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലകൊള്ളുന്നത്. അതിന്റെ ഒരു ശാഖയാണ് SKSSF എന്ന് പറയുന്നത്. അപ്പോ കുന്തും ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് സത്യസാക്ഷികളായി ജീവിക്കൽ നമ്മളുടെ ബാധ്യതയാണ്. കാരണം അമ്പിയാക്കളുടെ വാരിസ്യങ്ങളാണല്ലോ. ഇനി ഇവിടെ പ്രവാചകൻ വരില്ല. അതേപോലെ തന്നെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇനി വേറൊരു പ്രവാചകനില്ല. ഖിയാമത്ത് നാൾ വരെ ഇത് തലമുറകളായി നമ്മളാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്, ഇതിനെ എത്തിച്ചു കൊടുക്കേണ്ടത് ലാസ്റ്റ് വരേക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി അത്യധ്വാനം ചെയ്യണം. ദീനിനെ നിലനിർത്താനും അതിന്റെ വിവരങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും നമ്മൾ വളരെയധികം ശ്രമിക്കണം. ഇല്ലാ തൻഫിറു യുഅദ്ദിബുക്കും അദാബൻ വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും. നമ്മളുടെ ദൗത്യം നമ്മൾ ഭംഗിയായ വിധത്തിൽ കൂടി ഇവിടെ അവതരിപ്പിക്കാത്ത പക്ഷം യുഅദ്ദിബുക്കും അദാബൻ ശരീദ, നിങ്ങൾക്ക് ശക്തമായ ശിക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ദീനിനെ വേണ്ടുന്ന വിധത്തിൽ കൂടി നമ്മൾ
പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി നമ്മൾ അധ്വാനം ചെയ്യുകയും ചെയ്താൽ അള്ളാഹു നമ്മൾക്ക് ശിക്ഷ തരും. എന്നല്ല വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത വേറൊരു വിഭാഗത്തെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യും. സുമ്മലാത്തുള്ള റോഷിയ, പിന്നെ അള്ളാഹനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയെന്നുമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ബാധ്യത വളരെ ഭംഗിയാക്കണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടുത്തെ എല്ലാ മുസ്ലിമീങ്ങളും നല്ലവരാണെന്നൊന്നും നമ്മൾക്ക് അഭിപ്രായമല്ല. മുസ്ലിമീങ്ങൾ, ഇസ്ലാം വളരെ നല്ലതാണ്. പക്ഷെ മുസ്ലിമീങ്ങളിൽ നിന്ന് പലരും ഉണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്റെ സമുദായത്തിൽ നിന്നും 1001 സ്വർഗത്തിലേക്ക്, 999 നരകത്തിലേക്ക്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ റബ്ബെ ആ ഒന്നിൽ നീ ഞങ്ങളെ പെടുത്തണേ എന്നുള്ളതാണ്. ഇസ്ലാമികമായി ജീവിച്ച് തീർത്ത് ഈമാനോടുള്ള മരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കണം. ഇന്ന് ഇതര സ്റ്റേറ്റുകളെ അപേക്ഷിച്ചിടത്തോളം കേരളത്തിന് ഒരുപാട് മഹാത്മ്യതയുണ്ട്. എന്താ കാരണം? ഇവിടെ ദീനിയായ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദീനിയായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും ഏതൊക്കെയോ വിധത്തിൽ കൂടി ജനറലായിട്ടുള്ള ഒരു ഇസ്ലാമിക ബോധം സത്യത്തിൽ ഇവിടെയുണ്ട്. ആലോചിച്ച് വെക്കുക, നമ്മളിവിടെ ഈ വർഗീയമായ പ്രശ്നങ്ങളും കലാപങ്ങളും ഏറ്റവും കുറയുന്നത് നമ്മളുടെ 10,000-കണക്കായ മദ്രസയിൽ പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എങ്ങനെ വഴിപ്പെടണം, അയൽവാസിയോട് എങ്ങനെ പെരുമാറണം, നാട്ടുകാരോട് എങ്ങനെ പെരുമാറണം, ഈ വക നല്ല നല്ല കാര്യങ്ങളാണ് പെരുമാറുന്നത്. ഇസ്ലാമിന്റെ ഏതൊരു കാര്യം നമ്മൾ എടുത്തു നോക്കിയാലും അത്ഭുതാവഹമായ നന്മ അതിൽ കാണും. പക്ഷെ മുസ്ലിമീങ്ങൾക്കെല്ലാം അത് ഉൾക്കൊണ്ടു എന്നൊന്നും നമുക്ക് വാദമല്ല. മുസ്ലിമീങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങൾ ഇസ്ലാം പഠിക്കരുത്. അതേസമയത്ത് നബിയിലേക്കും സഹാബത്തിലേക്കും നോക്കണം. ഏതൊരു പാർട്ടിക്കാരാവട്ടെ ആ പാർട്ടിയിൽ എല്ലാം നല്ലവരെന്ന് ആർക്കും അവകാശപ്പെടാനില്ല, നമ്മളും അവകാശപ്പെടാനില്ല. ഇതൊക്കെയാണെങ്കിലും ഇസ്ലാമിക പ്രവർത്തനം കേരളത്തിൽ പ്രത്യേകിച്ചും ശരിക്കും നടക്കുന്നതുകൊണ്ട് ഇവിടെ വർഗീയമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംഘർഷാവസ്ഥയോ എല്ലാം വളരെ കുറവുണ്ട്. കാരണം നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് അയൽവാസിയെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, കാരണന്മാരെ ബഹുമാനിക്കണം, അയൽവാസിയുടെ നായനെ പോലും എറിയാൻ പാടില്ല എന്നാണ്. അയൽവാസിയുടെ നായനെ പോലും എറിയാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലത്ത് ഇസ്ലാമികമായി വളരെ മോശത്തിലായിരുന്നു. വളരെ മോശം, ജനങ്ങളെല്ലാം തമ്മാടികളും വിഷമക്കാരുമായിരുന്നു. അങ്ങനെ നല്ലതൊരു പ്രസ്ഥാനം ഇവിടെ കൊണ്ടുവച്ചു. അത് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മക്കയിൽ നിന്നും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ നാടുകളിലേക്കും പോകേണ്ടി വന്നത്. അവിടുന്ന് അടിച്ചു പുറത്താക്കേണ്ടി വന്നവരെ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് യാതൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അവരാകെ ചെയ്ത കുറ്റം ആയിരക്കണക്കായ ബിംബങ്ങളെ ആരാധിക്കുന്നതിന് പകരം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഒരു ദൈവത്തിൽ വിശ്വസിക്കണം എന്നതായിരുന്നു ഏറ്റവും വലിയ തെറ്റ്. ഏതാവട്ടെ 5 ചില്ലാനം കൊല്ലങ്ങൾക്ക് ശേഷം അവിടുന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മുസ്ലിമീങ്ങൾ നാനാഭാഗത്തേക്കും പോയെങ്കിൽ തന്നെ 5 ചില്ലാനം കൊല്ലങ്ങളെ കൊണ്ട് ശക്തമായിട്ട് അവർ തിരിച്ചു വന്നു. ശക്തമായിട്ട് അവർ മക്കയിലേക്ക് തിരിച്ചു വന്നു. ഇസ്ലാമിന്റെ വിശാലമായ വീക്ഷണം. അങ്ങനെ 10,000-കണക്കിന് ആൾക്കാർ മക്കയിൽ നിന്നും ആട്ടി ഓടിപ്പിക്കപ്പെട്ട രാജ്യമായ സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെയുള്ളതായ ഖുറൈശിയാക്കൾ, നാട്ടുകാരെല്ലാം അത്ഭുതപ്പെട്ടു. മുഹമ്മദെ ഇന്ന് എന്താണ് ഞങ്ങളെ കാണിക്കാൻ വിചാരിക്കുന്നത്? കാരണം മുഹമ്മദ് നബിക്ക് അവരെ എന്തും ചെയ്യാവുന്നൊരു പരുവത്തിലാണ് തിരിച്ചു വന്നിരിക്കുന്നത്. പോയ പോലെയല്ല തിരിച്ചു വന്നിരിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു പ്രതികാരവുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ ആരാധിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ഞങ്ങളുടെ പെറ്റ് വീണ ഭൂമിയിൽ ഞങ്ങൾക്ക് അതിന് തരണം. ഇതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. ആയതുകൊണ്ട് ഞങ്ങളോട് ആര് യുദ്ധത്തിന് നിൽക്കുന്നല്ല, ഞങ്ങൾ അവരോട് യുദ്ധത്തിന് നിൽക്കുന്ന. അതേപോലെ തന്നെ സമാധാനമായ ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മാഫ് ധരിക്കുന്നു പറഞ്ഞ് പൊതുമാപ്പ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഇസ്ലാമിന്റെ സുന്ദരമായ ഒരു കാര്യം. ലോകരാഷ്ട്രങ്ങൾ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അന്ന് ഇസ്ലാമിന്റെ വീക്ഷണം. അതേപോലെ മുസ്ലിമീങ്ങളുടെ ഏതേത് കാര്യങ്ങളുണ്ടോ അത് അടുക്കളക്കാര്യം മുതൽ അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജനങ്ങൾക്ക് പരിശീലിപ്പിച്ചു. അടുക്കളക്കാര്യം മുതൽ അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ. അന്താരാഷ്ട്ര കാര്യം എന്ന് പറയുമ്പോൾ അതായത് ഒരു കൊച്ചൊരു ഉദാഹരണം പറഞ്ഞാൽ, രണ്ട് രാഷ്ട്രങ്ങളോ അല്ലെങ്കിൽ പല രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് 82ഓളം യുദ്ധങ്ങൾ നടന്നു. എന്താ കാരണം? എല്ലാം മുദാഫഅത്ത്, പ്രതിരോധനം. സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ഒരു ന്യൂനവിഭാഗത്തിന് കൊടുക്കുന്നില്ല എങ്കിൽ പിന്നീട് അവർക്ക് മരിക്കലല്ലാതെ മാർഗമില്ലല്ലോ. അങ്ങനെ 82 യുദ്ധങ്ങളാണ് നടന്നത്. ഈ 82 യുദ്ധത്തിൽ ഒരൊറ്റ യുദ്ധം പോലും കടന്നാക്രമണം ചെയ്തിട്ടില്ല. എല്ലാം പ്രതിരോധനം മാത്രം. മുദാഫഅത്ത്, പ്രതിരോധനം എന്നല്ലാതെ വമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്,
അള്ളാഹുവിന്റെ പ്രഖ്യാപനം. ആർക്കൊക്കെ മാഫ് ചെയ്യാൻ കഴിയുന്നു, ആർക്കെല്ലാം വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്നു, അതാണ് അള്ളാഹുവിന്റെയും ദീനിന്റെയും ഇഷ്ടം. അങ്ങനെ വരുമ്പോ അവരെല്ലാം അങ്ങനെ അന്താരാഷ്ട്ര അടുക്കള കാര്യം മുതൽ അന്താരാഷ്ട്ര കാര്യം മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്ലാമിൽ ഇനി നിയമങ്ങളില്ലാത്ത ഒരു കാര്യമില്ല. ഒന്ന് തുപ്പണമെങ്കിൽ അതിന് നിയമമുണ്ട്, ഇരിക്കണമെങ്കിൽ നിയമമുണ്ട്. അതേപോലെ തന്നെ യാത്രയിൽ എല്ലാ കാര്യങ്ങൾക്കും നിയമമുണ്ട്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ചലനങ്ങളും ഓരോ വാക്കുകളും എല്ലാം ലോകം അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? ലോകത്തിലെ ഏറ്റവും ഒന്നാമത്തെ മനുഷ്യൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഇവിടെ മുസ്ലിമീങ്ങൾ മാത്രമല്ല പറയാം, അമേരിക്കയിലെ ഒരു പുസ്തകം രചിച്ചു, അതായത് ദി 100 എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അതിലുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേൾഡിൽ ഒന്നാമത്തെ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് രേഖപ്പെടുത്തി. മൈക്കൽ ഹാർട്ട് അദ്ദേഹം രേഖപ്പെടുത്തി. അങ്ങനെ നോക്കുമ്പോൾ അതിലുള്ളൊരു വാചകമാണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കാൻ തന്നെ ശത്രുപക്ഷത്തിൽ നിന്നും ഒരാള് മുസ്ലിം പക്ഷത്ത് വന്നു കഴിഞ്ഞാൽ ആ ആളെ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല എന്നല്ല, അദ്ദേഹത്തിന് അവിടെ ഇരുത്തണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചില സംഗതികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി സുമ്മ അബലിഹുമന്നു ഏറ്റവും നിർഭയമായ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിനെ കൊണ്ട് എത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് അക്രമങ്ങളോ അനാചാരങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ അതിന്റെ ഓരോ നിയമങ്ങളും അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ ഗവർണറായിരുന്നു. ആ കാലത്ത് അവിടെ കന്യാമറിയത്തിന്റെ മൂക്ക് പോയി. കിടാങ്ങളൊക്കെ പാടെ കൂടി കല്ലക്കെറുത് കളിച്ചപ്പോ കന്യാമറിയത്തിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിന്റെ മൂക്ക് പോയി. അങ്ങനെ അവിടുത്തെ ക്രിസ്ത്യാനികൾ തന്നെ അംറു ഇബ്നുൽ ആസിനോട് കംപ്ലൈന്റ് പറഞ്ഞു, ഞങ്ങളുടെ വ്യസനത്തിന് അതിന്റെ ഒരു പരിധി തരണം, ഒരു അറുതി തരണം എന്നെല്ലാം പറഞ്ഞു. അവർ ജുഡീഷ്യൽ അന്വേഷണം വെച്ച് എല്ലാ നിലക്ക് അന്വേഷണം വെച്ചെങ്കിലും അംറു ഇബ്നുൽ ആസിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കന്യാമറിയത്തിന്റെ മൂക്ക് എങ്ങനെ പോയിന്ന് അവസാനം അംറു ഇബ്നുൽ ആസ് പറഞ്ഞു, ക്രിസ്ത്യാനികളെ വിളിച്ചുകൊണ്ട് അവിടുത്തെ അമീറുൽ മോമിനീൻ കൊല്ലാനും വിജയിപ്പിക്കാനും എല്ലാത്തിനും ഫുൾ അധികാരമുള്ള അമീറുൽ മോമിനീൻ പറഞ്ഞു, കന്യാമറിയത്തിന്റെ മൂക്ക് പോയതിന് പകരം ഞാനിവിടെ അന്വേഷിച്ചിട്ട് എനിക്ക് മൂക്ക് പോയത് മനസ്സിലാക്കാൻ പറ്റില്ല, എന്റെ മൂക്ക് എടുത്തോളൂ എന്ന് പറഞ്ഞു. അതിന് പകരമായിട്ട് അത്രക്കും വിശാല മനസ്കയും സത്യസന്ധവുമായ ചരിത്രമേ ഇസ്ലാമിന്റെ മുഴുവൻ ചരിത്രത്തിലുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ യഥാർത്ഥം പറഞ്ഞാൽ ദീനി വിവരം ഉള്ളത് കൊണ്ടാണ് എല്ലാ സ്ഥലത്തും വളരെ പ്രശാന്തമായ നിലക്ക് ഈ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഭാവിയിലും അതേപോലെ തന്നെ പ്രശാന്തമായ ഒരു വിധത്തിൽ കൂടി നോക്കുകയാണെങ്കിൽ ധാർമ്മികമായ ബോധം ജനങ്ങളിൽ വളർത്തിയേ പറ്റുള്ളൂ. ധാർമ്മികമായ ബോധം ഇല്ലാതെ ഏത് മനുഷ്യൻ വളർന്നാലും അക്രമത്തിലും അനാചാരത്തിലും ആ മനുഷ്യൻ വരുത്തിപ്പോകും. കാരണം അടിസ്ഥാനപരമായ പ്ലാനും പദ്ധതി ഇല്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ധാർമ്മികമായി നമുക്കിവിടെ വളരേണ്ടത് വളരെ ആവശ്യമാണ്. ആയതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ധാർമ്മികമായും കൊണ്ട് സത്യസന്ധമായ രീതികൾ നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യന്മാർ തമ്മിൽ അക്രമം ചെയ്യാനും കൊല ചെയ്യാനും കയ്യൂക്കുള്ളവും കാര്യക്കാരൻ എന്നുള്ള വിധത്തിൽ കൂടി മനുഷ്യർ ദ്രോഹം ചെയ്യാനും അതല്ല വേണ്ടത്. ഇവിടെ സമാധാനമായ ഒരു അന്തരീക്ഷം നമ്മളിവിടെ സൃഷ്ടിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കാം. മനുഷ്യർക്ക് ക്ഷണികമായ ജീവിതമാണ്, വളരെ ക്ഷണികമായ ജീവിതം. എത്ര അന്തസ്സായി ജീവിച്ചാലും 100 വയസ്സിന്റെ അപ്പുറമൊന്നും പോവില്ല. ഇനി അഥവാ 100 വയസ്സ് കഴിഞ്ഞിട്ടും പിന്നെ കാര്യമില്ല, ജീവിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ ക്ഷണികമായ ഒരു ജീവിതം നടത്തുന്ന നമ്മൾ തമ്മിൽ അക്രമം വിഷമങ്ങളെല്ലാം പ്രവർത്തിച്ച് സമയം എത്തുന്നതിന് മുമ്പേ തന്നെ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് സമാധാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ആർക്കൊക്കെ കഴിയുന്നോ അതിന് ഒരു ദൈവികമായ ഒരു ചെറിയ വിശേഷണം കൂടി അവർക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കണം. ആയതുകൊണ്ട് എല്ലാവരും ഖുർആനിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനും ഇസ്ലാമിനെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ നല്ലതായ ഒരു അന്തരീക്ഷം വരേണ്ടതുകൊണ്ടും ഇവിടെ എന്തെല്ലാം അക്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം എന്നറിയോ? ധാർമ്മികമായ വിവരക്കുറവാണ് അക്രമത്തിന്റെ പിന്നിൽ. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉണ്ടായിരുന്നു നാരായണൻ ഇവിടുത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. നാരായണൻ പ്രസിഡന്റ് ആയിരിക്കാൻ കഴിഞ്ഞല്ല. ഇന്ത്യയിൽ ഏറ്റവും വലിയ 2 അത്യാഹിതം കഴിഞ്ഞു, പരിഹാരം കാണാത്ത 2 അത്യാഹിതം. ഒന്ന് ഗാന്ധിജിനെ കൊന്നത്. ഗാന്ധിജി ഒരു നല്ല മനുഷ്യനായിരുന്നു. ആ ഗാന്ധിജിനെ ഒരിക്കലും തന്നെ കൊല്ലാൻ പാടില്ലായിരുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആയുധം ബാബരി മസ്ജിദ് പൊളിച്ചത്. വെറുതെ നിർജീവമായി നിൽക്കുന്ന ഒരു ആരാധനാലയത്തെ എല്ലാവരും കൂടി തല്ലി തകർത്ത് തരിപ്പണമാക്കി കളയാന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലെ 2ാമത്തെ അത്യാഹിതം. ഇതെല്ലാം എന്താണ്? മനുഷ്യർക്ക് ധാർമ്മികമായ ബോധവും സർവശക്തനായ പടച്ചവനുള്ള വിശ്വാസം ഇല്ലാത്തൊരു ജനവിഭാഗം ഇവിടെ വരുമ്പോൾ അവരെല്ലാ കൊള്ളയും കൊലയും. ഇത് തന്നെയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള കാലത്തും നടന്നിരുന്നത്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പറഞ്ഞു പഠിപ്പിച്ച് നല്ലതായ വളരെ മോശക്കാരായ
സർവശക്തനായ ആൾക്കാരെ ലോകത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് എത്തിച്ച് 23 കൊല്ലം കാലം കൊണ്ട്. അതാണ് ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും കഴിയുന്നിടത്തോളം ഖുർആൻ അതിന്റെ ശരിയായ മനസ്സോടുകൂടി വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ ലോകത്തിന് അതിനേക്കാൾ ഉപയോഗപ്പെടുന്ന മറ്റൊരു ഗ്രന്ഥം കാണാൻ പ്രയാസമായിരിക്കും. സർവശക്തനായ റഹ്മാനുർ റഹീം ഈ അല്പകാല ജീവിതത്തിൽ ഇവിടെ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും സൗഹൃദത്തോടുകൂടിയും ജീവിക്കാൻ സർവശക്തനായ പടച്ചവൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മാതൃകയായി അതിന്റെ എല്ലാവക നന്മകളും ജനങ്ങളുടെ മുൻപിൽ പ്രകടിപ്പിച്ച് അവരെ നല്ല സത്യസന്ധമായ രീതിയിലേക്ക് ക്ഷണിക്കാനും SKSSF-നും അതേപോലെ മറ്റുള്ള നന്മയുള്ള എല്ലാവർക്കും സാധിക്കണം. അങ്ങനെ പരസ്പരം നന്നായി ജീവിക്കാൻ നമ്മൾ പരസ്പരം ഉത്സാഹിക്കണം. അതിന് സർവശക്തൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ യോഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നസ്റു മിനല്ലാഹി വഫതഹുൻ ഖരീബ് എന്ന് പറഞ്ഞു ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മുഹമ്മദ് റാഫി അൻവരി സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله أهل الصدق والوفاء أما بعد. സമാദരണീയനായ യോഗാധ്യക്ഷൻ മുതലകം റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫൈസൽ ബദരി, ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്ത അഭിമന്യനായ നമ്മുടെ നായകൻ സയ്യിദ് SMK തങ്ങൾ, ഈ മഹത്തായ സദസ്സിന്റെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാന്യനായ സത്താർ സാഹിബ്, ഈ വേദിയെ ധന്യമാക്കിയ ബഹുമാന്യരായ പണ്ഡിത സുഹൃത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പോഷക സംഘടനകളുടെയും പ്രിയപ്പെട്ട കർമ്മോത്സുകരായ പ്രവർത്തകരെ, നല്ലവരായ ദീനി സ്നേഹികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹൽ സംഗമം അവൻ സ്വീകരിക്കുമാറാവട്ടെ. അണിചേരുക നീതി കാക്കാൻ എന്ന കാലിക പ്രസക്തമായ ഒരു മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഇന്നലെ മുതൽ ആരംഭിച്ച സമ്മേളനത്തിന്റെ സമാപന സെഷനിലാണ് നമ്മളിപ്പോൾ സംബന്ധിച്ചിട്ടുള്ളത്. ഏകദേശം 8 മാസങ്ങൾക്കപ്പുറം നീതിബോധത്തിന്റെ നിതാന്ത്ര ജാഗ്രത എന്ന ലോകമൊട്ടുക്കും ശ്രദ്ധയാകർഷിച്ച ഒരു മനോഹരമായ പ്രമേയവുമായി സമസ്ത കേരള വിദ്യാർത്ഥി ഫെഡറേഷന്റെ 25 സംവത്സരങ്ങളുടെ ഭാഗമായി നടന്ന സിൽവർ ജൂബിലി ആഘോഷം നമ്മുടെ കൺമുന്നിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നതിന് മുമ്പാണ് സമാനമായ ഒരു ശ്രദ്ധേയമായ പ്രമേയവുമായി കൊണ്ട് SKSSF കർമ്മരംഗത്തിറങ്ങിയിരിക്കുന്നത്. നമ്മുടെ രാജ്യം അത്യധികം ബീഭത്സകമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കെ അണിചേരുക നീതി കാക്കാൻ എന്ന ഈ പ്രമേയത്തിന് ഒരുപാട് പ്രസക്തി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ വെള്ളിയാഴ്ചകളിലും കേരളത്തിലെ ഒട്ടുമിക്ക ജുമുഅത്ത് പള്ളികളിലും അവിടെയുള്ള ഖത്തീബുമാർ മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് നമ്മളെയൊക്കെ ഓതിക്കേൾപ്പിക്കുന്ന ഒരു സൂക്തമുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് നീതിപൂർവം പെരുമാറാൻ കൽപ്പിക്കുന്നുവെന്നുള്ള മനോഹരമായ സൂക്തം എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ കർണപുടങ്ങളിലേക്ക് എത്തിവരാറുണ്ട്. നീതിക്ക് വേണ്ടി എക്കാലവും
സംശുദ്ധമായ രൂപത്തിൽ, നിഷ്കളങ്കമായ രൂപത്തിൽ സമൂഹത്തോട് ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു മനോഹരമായ പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആ പരിശുദ്ധമായ ദീനിന്റെ മനോഹരമായ രൂപം ഇന്ന് കേരളത്തിൽ വളരെ നല്ല രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഒരു മനോഹരമായ പ്രസ്ഥാനത്തിന്റെ പോഷക സംഘടനയാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന് നമുക്കൊക്കെ അറിയാം. പരിശുദ്ധമായ ദീനിന്റെ ചരിത്രം പരതുമ്പോൾ എല്ലായിടത്തും ഈ നീതിക്ക് വേണ്ടി, ഈ സഹവർത്തിത്വത്തിന് വേണ്ടി, ഈ സഹിഷ്ണുതയ്ക്ക് വേണ്ടി, സൗഹാർദ്ദത്തിന് വേണ്ടി എക്കാലവും ഹബീബായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പരിശുദ്ധരായ സഹാബത്തും ശബ്ദിച്ചതായിട്ട് നമ്മളൊക്കെ കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസുണ്ട്. ഹബീബായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് സംവദിക്കുമ്പോൾ ഒരിക്കൽ പുണ്യനബി പറഞ്ഞു, ലൻ തുഅ്മിനു ഹത്താ തർഹമു, ലൻ തുഅ്മിനു ഹത്താ തർഹമു, നിങ്ങൾ കരുണ ചെയ്യാതെ നിങ്ങളാരും പരിപൂർണരായ വിശ്വാസികളാവുകയില്ല. ജനങ്ങളോട് കാരുണ്യപൂർവം പെരുമാറാതെ നിങ്ങളാരും വിശ്വാസിയാവുകയില്ല എന്ന് ഹബീബായ പ്രവാചകൻ പറഞ്ഞപ്പോ പുണ്യനബിയുടെ സഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു അത്രേ, അല്ലയോ പ്രവാചകരെ, കുല്ലുനാ റഹീമുൻ, ഞങ്ങളൊക്കെ കരുണ ചെയ്യുന്നവരാണല്ലോ, ഞങ്ങളെല്ലാവരും കരുണ ചെയ്യുന്നവരാണ്, പിന്നെ എന്തേ അങ്ങനെ പറഞ്ഞത്? അപ്പൊ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളോട്, നിങ്ങളുടെ സഹോദരന്മാരോട് ചെയ്യുന്ന കരുണയല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും, മുഴുവൻ ജന്തുജീവജാലങ്ങൾക്കും നിങ്ങൾ ചെയ്യുന്ന കാരുണ്യം, ആ കാരുണ്യം നിങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, ആ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നിങ്ങളൊക്കെ പൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ എന്നുള്ള മനോഹരമായ കാരുണ്യത്തിന്റെ സന്ദേശം ലോകത്തിന് മുഴക്കിയ ഒരു മതത്തിന്റെ വക്താക്കളാണ് നാം. സമൂഹത്തിൽ എവിടെ അരുതായ്മ കണ്ടാലും, എവിടെ അനീതി കണ്ടാലും അവിടെയൊക്കെ മുഖം നോക്കാതെ ഇടപെടുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്ന അഫ്ളലുൽ ജിഹാദി കലിമത്തു അദ്ലിൻ ഇൻദ സുൽത്താൻ ജായിരിൻ, അക്രമിയായ ഭരണാധികാരിയോട് സത്യം തുറന്നു പറയലാണ്, നീതി ശബ്ദിക്കലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്ന, എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ അനുയായികളാണ് നാം. ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ അപ്പകഷ്ണത്തിന് വേണ്ടി ആരുടെ മുന്നിലും ഓച്ചാനിച്ചു നിൽക്കണ്ട. ആര് അനീതി ചെയ്താലും അതൊക്കെ ശബ്ദിക്കാൻ പണ്ഡിത വേഷം ധരിച്ച ആളുകൾ തന്നെ പറയാൻ മടിക്കുമ്പോ എന്തിന് റിപ്പോർട്ടർ ചാനലിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്നിട്ട് പോലും ഒന്ന് ഉറക്കെ ഒച്ച വെക്കാൻ പോലും കഴിയാത്തിടത്തേക്ക് നമ്മുടെ സമൂഹം പലപ്പോഴും എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പരാജയത്തിന്റെ അപകടകരമായ പ്രവണതയാണ് നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത്. അവിടെയാണ് നീതി കാക്കാൻ അണിചേരുക എന്ന മനോഹരമായ പ്രമേയം മുന്നിൽ വെച്ചുകൊണ്ട് SKSSനോട് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എന്നും ശബ്ദിക്കാനും ഇതിന്റെ കൂടെ നിൽക്കാനും ഇതിനു വേണ്ടി ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്യാനും പടച്ചതമ്പുരാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും, മുഴുവൻ കരങ്ങൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സദസ്സിൽ, ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഹൃദ്യമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.